റോഡിനിരുവശത്തും വീടുകൾക്ക് മുന്നിൽ നിരനിരയായി പലഹാര കുപ്പികൾ. മുറുക്ക്, അച്ചപ്പം, നെയ്യപ്പം, മുന്തിരിക്കൊത്ത് എന്നിങ്ങനെ ഇനങ്ങൾ നിരവധി. പുന്നമൂട്ടിലെ പലഹാര തെരുവിൽ ഓണവിപണിയുടെ ആരവമുണർന്നു കഴിഞ്ഞു. കരമന കളിയിക്കാവിള പാതയിൽ വെടിവച്ചാൻ കോവിൽ കവലയിൽ നിന്ന് 200 മീറ്റർ പുന്നമൂട് റോഡിലേക്ക് സഞ്ചരിച്ചാൽ പലഹാര തെരുവിലെത്താം. വീട്ടുപടിക്കലെ പലഹാരക്കൂട്ടത്തിന് പിന്നിലായി ലൈവ് പാചകവും കാണാം. വഴിയാത്രക്കാരാണ് ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ. വർഷങ്ങൾക്ക് മുൻപ് 3 കുടുംബങ്ങളാണ് ഈ തൊഴിലിന് പുന്നമൂട്ടിലെത്തിയതെങ്കിൽ ഇന്ന് 20ഓളം കുടുംബങ്ങളാണ് എണ്ണപ്പലഹാരം വിറ്റ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. അമ്മയോടും അമ്മൂമ്മയോടും പാചകത്തിന് സഹായിക്കാൻ പലപ്പോഴും ചെറുമക്കളും എത്താറുണ്ട്. മുറുക്ക്, അച്ചപ്പം, നെയ്യപ്പം, മുന്തിരിക്കൊത്ത് എന്നിവയാണ് പ്രധാനമായും ഇവിടെ പാചകം ചെയ്തു വിൽക്കുന്നത്. എങ്കിലും പേരും പെരുമയും എപ്പോഴും പുന്നമൂട്ടിലെ മുറുക്കിനാണ്. പുന്നമൂട്ടിലെ വീടുകളിൽ നിന്ന് മാത്രം മുറുക്ക് വാങ്ങാൻ ജില്ലയിലെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ എത്താറുണ്ട്. വിവാഹം കഴിഞ്ഞ് മറുവീട് സന്ദർശിക്കുമ്പോൾ മുറുക്ക് കൊണ്ടുപോകുന്ന ചടങ്ങിനാണ് കച്ചവടം കൂടുതൽ. ചിങ്ങത്തിലെ വിവാഹത്തിനും ഓണവുമാണ് പ്രതീക്ഷയെന്നും ഇവർ പറയുന്നു. അരിക്കും എണ്ണയ്ക്കും വില വർദ്ധിച്ചെങ്കിലും പലഹാരങ്ങൾക്കൊന്നും കുത്തനെ വില കൂട്ടാൻ കഴിയില്ല. വില കൂട്ടിയാൽ ആരും വാങ്ങാനെത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. വീടുകളോട് ചേർന്നാണ് ഇവിടുത്തെ കടകളും പ്രവർത്തിക്കുന്നത്. രാവിലെ 9 മണിയോടുകൂടി ഇവിടുത്തെ കടകൾ തുറക്കും. കച്ചവടത്തോടൊപ്പം തന്നെ പാചകവും പൊടിപൊടിക്കുന്നുണ്ട്.